ഹലോ ഗായ്സ്, എല്ലാവർക്കും എ ടിപ്സിന്റെ പുതിയ വീട്ടിലേക്ക് ഒരിക്കൽ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടക്കക്കാർക്കുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വയർലെസ് മൈക്കിന്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെറ്റിംഗ്സിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. സോ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. കാരണം നമ്മളിപ്പം ഈ ഒരു മൈക്ക് മേടിക്കുകയാണെങ്കിലും നിങ്ങൾ ഓപ്പണിംഗ് ക്യാമറയുള്ള എക്സ്ട്രാ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലായിരിക്കും വീഡിയോസ് എടുക്കേണ്ടി വരുന്നത്. അപ്പൊ അതിനുള്ള പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫോണിലേക്ക് നമ്മുടെ റിസീവറെ കണക്ട് ചെയ്യുമ്പോൾ അതിലൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, റെഡ് ലൈറ്റ്. പക്ഷെ അത് കത്തുന്നില്ല. അപ്പൊ അതിനുള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മൊബൈലിൽ സെറ്റ് ചെയ്ത് കാണിക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടു. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയ ശേഷം ആ സെർച്ച് ബാറിൽ നമ്മൾ OTG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനായിട്ട് OTG കണക്ഷൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് OTG കണക്ഷൻ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്തിടുക. ഓക്കെ, ഇത് എനേബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റിസീവർ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതായത് റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ടാകും. ഓക്കെ, നമ്മൾ ഇനിയുള്ള സെക്കൻഡ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റിസീവർ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ആയി. പക്ഷെ നമ്മുടെ ഫോണിൽ ഇൻബിൽട്ടായി വരുന്ന ക്യാമറയിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് റെക്കോർഡ് ആവുന്നുണ്ട്. പക്ഷെ നമ്മളെ മൈക്കിൽ നിന്നുള്ള ഓഡിയോ അത് റെക്കോർഡ് ആവുന്നില്ല. അതിനൊരു സൊല്യൂഷൻ, ഫസ്റ്റ് നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിലോട്ട് പോവുക. അതിനുശേഷം താഴോട്ട് സ്കോർ ചെയ്യുമ്പോൾ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ആർന്ന ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മോർ എന്നൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി സെക്കൻഡ് ആയിട്ട് ഡിഫാൾട്ട് ഡിവൈസ് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും, ഓട്ടോ സെലക്റ്റും യൂസ് പെരിഫറൽ ഡിവൈസും. അതിൽ യൂസ് പെരിഫറൽ ഡിവൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും സെറ്റിങ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഇൻബിൽട്ടായി വരുന്ന ക്യാമറയിൽ നമുക്ക് നമ്മുടെ മൈക്കിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ യൂസ് ആവുമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.